ഗോഡ്സില വേഴ്സസ് കോങ്ങിൽ ഓൾറെഡി നമ്മുടെ കോങ് ഗോഡ്സിലും ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഈ കോങ്ങിനും ഗോഡ്സിലയ്ക്കും തമ്മിൽ ഏൻഷ്യൻ്റ് ആയിട്ട് എന്തോ ഒരു റൈവലറി ഉണ്ടാവുന്നു. പക്ഷെ അത് ആക്ച്വലി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ അടുത്ത ഒരു റീമാച്ച് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഗോഡ്സില എക്സ് കോങ്ങിനും ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ കോങ്ങിൻ്റെനും ഗോഡ്സിലേനും എപ്പോൾ കണ്ടാലും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ ഏതാണ്ട് കുറച്ച് സ്റ്റോറി പ്ലോട്ടൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള യുദ്ധം ഇപ്പം തുടങ്ങിയതല്ല, ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള റൈവലറിയാണ്. അതായത് ഇതിനു മുമ്പ് ഏതാണ്ട് 2 തവണ ഈ 2 ഇനങ്ങളും, അതായത് കോങ്ങിൻ്റെ ഇനവും ഗോഡ്സിലയുടെ ഇനവും തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതിൽ ആ രണ്ടാമത്തെ ഫൈറ്റിൻ്റെ എൻഡിലെങ്ങാണ്ടാണ് ഐസ് ഏജ് വരുന്നത്. ഗോഡ്സില വേഴ്സസ് കോങ് തന്നെ നിങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ കോങ് ഒരു ത്രോണിൽ പോയി ഇരിക്കുന്നുണ്ടാവും. അതായത് ആ ത്രോണിൻ്റെ ചുറ്റും ഗോഡ്സിലയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ അതിൻ്റെ ഡോർസൽ ഫിൻ പോലത്തെ സാധനം വെച്ചിട്ടായിരിക്കും അത് മൊത്തം അലങ്കരിച്ചിട്ടുണ്ടാവുക. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ഗോഡ്സിലേനെ ഈ കോങ്ങുകൾ ഒരുമിച്ച് ചേർന്ന് കൊന്നിട്ടുണ്ടാവുന്നത്. പിന്നെ ഒരു അണ്ടർ വാട്ടർ സീക്വൻസിൽ നമ്മുടെ ഗോഡ്സിലേനെ ഒരുപാട് മനുഷ്യർ ഫോളോ ചെയ്യുന്ന പോലെ കുറേ പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ കോങ്ങിനെയും കുറേ മനുഷ്യർ ഫോളോ ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ കോങ്ങിൻ്റെ ആ ടെമ്പിളും ആ പ്രതിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കോങ്ങുകൾ ഉണ്ടാക്കിയതായിരിക്കില്ല, മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതായിരിക്കണം അത്. സോ ആ യുദ്ധത്തിൽ അവിടെ ആ ഹോളോവർത്തിലുള്ള മനുഷ്യർക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിട്ടിരിക്കണം. ദ ഗ്രേറ്റ് ടൈറ്റൻ വാർ എന്ന് പറയുന്നത്, അതായത് ഈ ഗോഡ്സില വേഴ്സസ് കോങ് തമ്മിലുള്ള ഈ ഫൈറ്റ് അത് 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രാവശ്യം നടക്കുന്നത് ഏതാണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ആക്ച്വലി ആ ടൈമിൽ നമ്മുടെ ഗോഡ്സില അതിൻ്റെതായിട്ടുള്ള ഒരു കിങ്ഡത്തിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഗോഡ്സില്ലാസ് ഉണ്ടാവും. അതായത് പറക്കുന്ന ഗോഡ്സില്ല, തീ തുപ്പുന്ന ഗോഡ്സില്ല, അങ്ങനെ കുറേ എന്തൊക്കെ ഉണ്ട് സാധനങ്ങൾ. സോ അപ്പോൾ ഉണ്ടായിരുന്ന ആ ഹോൾ എർത്തിനെ പറഞ്ഞുകൊണ്ടിരുന്നത് ദ ലെജൻഡറി കിങ്ഡം ഓഫ് അഗാർത്ത എന്നാണ്. അതായത് നമ്മുടെ സർഫസ് എർത്തിന് എങ്ങനെയാണ് എർത്ത് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഈ ഹോൾ എർത്തിനെ അഗാർത്ത എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ആ ടൈമിലുള്ള ആ മോൺസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി റെപ്റ്റൈലിയൻസ് ആയിരിക്കും. അതായത് അല്ലെങ്കിൽ മ്യൂട്ടോനെ പോലെ ഇൻസെക്റ്റിനെ പോലുള്ള ചില ടൈറ്റൻസോ ആയിരിക്കും ഉണ്ടാവുക. മാമൽസ് അധികം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തിനും നമ്മുടെ സർഫേസ് എർത്തിലാണെങ്കിൽ ഡൈനോസേഴ്സിനെ പോലെ ചില റെപ്റ്റൈലിയൻസിനെ പോലുള്ള ജീവികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് ഡൈനോസേഴ്സിനെ തന്നെ മൊത്തം നശിപ്പിച്ചുകൊണ്ട് ഒരു ഉൽക്ക വന്ന് വീഴുന്നത്. പിന്നെയാണ് പതി ഗൊറില്ല എന്നൊക്കെ പോലുള്ള ഈ മാമൽസൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പോഴും ആ ടൈമിൽ ഹോളോ എർത്തിലെ ആൽഫയായിട്ട് ഒരു കിങ്ങിനെ പോലൊക്കെ ഉണ്ടായിരുന്നത് ഈ ഗോഡ്സില കൂട്ടങ്ങളായിരുന്നു. അപ്പോഴാണ് ഈ ഹോളോ എർത്തിലെ ചില റേഡിയേഷൻ ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെയോ നമ്മുടെ മാമൽസ് ആയിട്ട് നമ്മുടെ മനുഷ്യന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഗോറില്ല, കോങ്ങിനെ പോലുള്ള ഏപ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ ഹോളോ എർത്തിൽ എവിടെയൊക്കെയോ പോയി പെടുകയാണ് ഈ കുരങ്ങന്മാർ. അങ്ങനെയാണ് ആ റേഡിയേഷൻ ഈ കോങ്ങിൻ്റെയൊക്കെ മൊത്തം സ്ട്രക്ചറിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഉയരവും സ്ട്രെങ്ത്തും ഒക്കെ കൂട്ടിയിട്ട് ഒരു വലിയ ടൈറ്റനായി മാറുന്നത്. അതായത് ഗോഡ്സിലെയും ബാക്കിയുള്ള ടൈറ്റൻസിനെയും പോലെയല്ല ഈ കോങ്ങിൻ്റെ ഇനം തന്നെ സർഫേസ് എർത്തിൽ ഉണ്ടായിട്ട് ഹോളോ എർത്തിലേക്ക് പോയ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോങ് ഇനത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ അഫ്കോഴ്സ് ഇത് കൂട്ടം കൂട്ടമായിട്ട് ജീവിക്കുന്ന ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ഒരു തരം മാമൽസ് ആണ്. മാത്രമല്ല നമ്മുടെ ഗോഡ്സില്ലാസിനെ പോലെ ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങളൊന്നും ജീവിക്കത്തുമില്ല, കുറച്ച് കാലങ്ങളെ ജീവിക്കത്തുള്ളൂ. പക്ഷേ ഈ കോങ്ങിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ അടുത്ത ജനറേഷന് കൈമാറിപ്പോവും. അതായത് ബാക്കിയുള്ള ജനറേഷന് അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. നോളജ് കൈമാറിയിട്ട് പോകും. അങ്ങനെയാണ് ഓരോരോ കോങ്ങായിട്ട് വളർന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കിങ്ഡം തന്നെ ആ ഹോളോർത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാർ അവിടെയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ആ ടൈമിൽ നമ്മുടെ മനുഷ്യന്മാർ ഈ ഗോഡ്സില്ലാസിനെ മാത്രമല്ലാതെ കോങ്ങിനെയും ഒരു ദൈവതുല്യമായിട്ട് കണ്ടിട്ട് ഫോളോ ചെയ്യുന്ന ടീംസ് ആയിരുന്നു. പക്ഷെ ആ ഗോഡ്സില്ലാസിന് മനുഷ്യന്മാരല്ല മുഖ്യം, നേച്ചറാണ് മുഖ്യം. അതായത് നേച്ചറിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പോടാ മനുഷ്യൻ്റെ മോനെന്നും പറഞ്ഞിട്ട് തട്ടിയിട്ട് കൊന്നിട്ട് പുള്ളി നേച്ചറിനെ രക്ഷിക്കാൻ പോകും. പക്ഷെ കോങ് അങ്ങനെയല്ല. കോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരോടാണ് കുറച്ചുകൂടി സോഫ്റ്റ് കോർണർ. അതായത് മനുഷ്യന്മാർ കഴിഞ്ഞിട്ടുള്ളൂ പുള്ളിക്ക് നേച്ചർ. അങ്ങനെ ആ ടൈമിൽ നമ്മുടെ ഗോഡ്സില്ലാസ് ആൽഫയായിട്ടുള്ള ഗോഡ്സില്ലാനെ എല്ലാവരും ഒരു ദൈവത്തെ പോലെ കാണുന്നത്, മനുഷ്യന്മാർ ദൈവത്തെ പോലെ കാണുന്നതൊന്നും കോങ്ങുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ആ ടൈമിലാണ് കോങ് ഞങ്ങളാരെയും ഫോളോ ചെയ്യത്തില്ല, ഞങ്ങളാണ് കിങ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം രീതിക്ക് അങ്ങ് ജീവിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഗോഡ്സില്ല മാമന്മാർക്ക് ഇഷ്ടപ്പെടുമോ? ഞാനാണ് ഇവിടെ കിങ്, ഞാൻ പറയുന്നതാണ് റൂൾ എന്ന് പറഞ്ഞിട്ട് അഫ്കോഴ്സ് തല്ലിന് പോയിട്ടുണ്ടാവും. അങ്ങനെ കോങ്ങണ്ണന്മാരും തല്ലിന് വരും, കൂട്ടത്തോടെ വരും. അങ്ങനെയാണ് ഈ ഫസ്റ്റ് ഫസ്റ്റ് ഗ്രേറ്റ് ടൈറ്റൻ വാർ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് പ്രോപ്പറായിട്ടുള്ള മെയിൻ റീസൺ എന്ന് അറിയില്ല. പക്ഷേ ആ ടൈമിൽ മെയിനായിട്ട് ഹോളോ എർത്തിനെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത് 2 പേരാണ്. അതായത് ഒരുത്തൻ ഹ്യൂമാനിറ്റിയെ റൂൾ ചെയ്തുകൊണ്ടിരുന്നു, കോങ്ങിൻ്റെ ഇനം. ഒരുത്തൻ നേച്ചറിനെ റൂൾ ചെയ്തുകൊണ്ടിരുന്നു, നമ്മുടെ ഗോഡ്സില്ല മാമന്മാർ. അങ്ങനെ ഇവർക്കിടയിലുണ്ടായിരുന്ന ഒരു ഈഗോയിസ്റ്റിക് ഇഷ്യൂ ആണ് ഫസ്റ്റ് ഗ്രേറ്റ് ടൈറ്റൻ വാറിന് കാരണം. ഇനി സെക്കൻഡ് ഫൈറ്റിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയപ്പെടുന്നത് തന്നെ